ഹലോ, ഇത് കുറേ പേർക്കെങ്കിലും കണ്ട് നല്ല പരിചയം വീട്ടിലൊക്കെ ഉള്ളൊരു പ്ലാന്റ് തന്നെയായിരിക്കും അല്ലേ ഇത്. അപ്പോൾ ഇല്ലാത്തവർക്കൊക്കെ ഇതിൻ്റെ ഒരു ലീഫൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇത് ഞാനിപ്പം മദർ പ്ലാന്റിൽ നിന്ന് സെറ്റാക്കിയ ഒരു ചെടിയാണ് കേട്ടോ ഇത്. ആദ്യം ഞാൻ ചെയ്യാറുള്ളത് അതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുക്കും. അതായത് നമ്മുടെ അടിഭാഗത്തോട്ട് വരുന്ന ലീഫ് ഉണ്ടാവുമല്ലോ, കുറച്ചും കൂടി മൂത്ത് നോക്കിയിട്ടുള്ള അങ്ങനത്തെ ലീഫാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരുപാട് ഇതുപോലത്തെ എന്താ പറയുക, ചെറിയ ചെറിയ പ്ലാന്റ് ആക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്ലോ ഗ്രോയിങ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കാനോ വളർത്തിയെടുക്കാനൊക്കെ ഒരു അത്യാവശ്യം നല്ല സമയമെടുക്കും. പക്ഷേ അത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഇതിന് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് സാധാ ഗാർഡൻ സോയിലും ഇത് വളർത്തിയെടുക്കാം. വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കൊക്കെ കൊടുക്കും, 2 ആഴ്ച കൂടുമ്പോഴൊക്കെയോ ഒരു മാസം അങ്ങനെ സോയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വെള്ള കളർ ഡോട്ട് പോലെ, അതൊക്കെ ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തതിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അതിനകത്ത് റൂട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പം കട്ട് ചെയ്തതൊന്നുമല്ല, കുറച്ച് മുമ്പ് കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ. ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ റൂട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം റൂട്ട് നല്ല രീതിയിൽ ഫോമായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു നമ്മൾ വളർത്തിയെടുക്കുന്ന ചെറിയ കുഞ്ഞി പോട്ടുണ്ടാവുമല്ലോ, അതിൽ നമുക്കിതിനെ വേര് പിടിപ്പിക്കാൻ വെക്കാം കേട്ടോ കുറച്ചും കൂടി. അപ്പം അടുത്ത ഒരു പുതിയൊരു തിരുളെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് വന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലിയ പോട്ടിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ റീപോട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്യുമ്പം ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കാമെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഗാർഡൻ സോയിലും പിന്നെ കുറച്ച് പുറത്തുനിന്ന് പോട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയ വളം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്, ചകിരിച്ചോറുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് 2-3 മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് ചെടിക്ക് ഒരുപാട് ബെനിഫിഷ്യലാണ് കേട്ടോ. അവരാണ് നമ്മുടെ ചെടിക്ക് വേണ്ട ഓരോ കെമിക്കൽസിനെയും അവർക്ക് യൂട്ടിലൈസബിൾ ആയിട്ടില്ല, കാരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഗാർഡൻ സോയിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു മിക്സാണ് ഞാനെടുത്തത്. പ്ലെയിൻ ഗാർഡൻ സോയിലാണ് കേട്ടോ ഞാനിതൊക്കെ വേര് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വളരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാൻ മെല്ലെ പിന്നെ ഇതിനകത്ത് തട്ടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് വലിച്ചൊന്നും എടുക്കാൻ പാടില്ല. ചെറുതായിട്ട് സോയിൽ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പോട്ട് ചെറിയ രീതിയിലൊന്ന് തട്ടി തട്ടി കൊടുത്തിട്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ വേരുണ്ടാവുക, ഒരു ബൾബ് പോലെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് വെള്ളം സോയിൽ അത്രയും ഡ്രൈ ആയി മാത്രം കൊടുക്കാമെന്ന് പറയുന്നത്. അതിൽ ഓൾറെഡി അവർക്ക് വേണ്ട വെള്ളമൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഒരു കിഴങ്ങ് പോലെയുള്ള ഇതിലാണ് കേട്ടോ. അത് കാണിച്ചു തരാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചത്. പിന്നെ ഇതിൽ 2 പ്ലാന്റും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പോട്ടിൽ തന്നെ 3 എണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റൊരു പ്ലാന്റുള്ള ചെടിയായിരുന്നു, പോട്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ച എൻ്റെ മദർ പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഒരു സിംഗിൾ പ്ലാന്റ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പം നടുന്ന ചെടിയിൽ ഒരു 3 എണ്ണം ഒരുമിച്ച് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഉള്ളത്. അപ്പോൾ ഇത് മെല്ലെ വളർന്ന് വരുമ്പം നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റായി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം എന്താവും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു 4-5 പ്ലാന്റെങ്കിലും ഒരുമിച്ച് വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടം കേട്ടോ. ഒരു പോട്ട് നിറച്ച് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.